റിപ്പോർട്ടർ. തിരുവനന്തപുരം ഒരുവാതിൽക്കോണം ഭദ്രകാളി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതികൾ പിടിയിലായി. ശ്രീകാര്യം സ്വദേശികളായ 14ഉം 16ഉം വയസ്സുള്ള വിദ്യാർത്ഥികളാണ് മോഷണം നടത്തിയിട്ടുള്ളത്. മാനവീയം വീഥിയിൽ കറങ്ങി നടക്കാൻ വേണ്ടിയാണ് മോഷണം നടത്തിയതെന്ന് വിദ്യാർത്ഥികൾ പോലീസിനോട് പറഞ്ഞു. പത്താം തീയതിയാണ് മണ്ണന്തല ഒരുവാതിൽക്കോണം ഭദ്രകാളി ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. 15,000 രൂപ വീതം വിലമതിക്കുന്ന 4 വലിയ വിളക്കുകൾ മോഷ്ടാക്കൾ കവർന്നു. ഹെൽമെറ്റ്ധാരികളായി 2 പേർ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്ര സിസിടിവിയിൽ പതിയുകയും ചെയ്തു. സിസിടിവി കേന്ദ്രീകരിച്ച് മണ്ണന്തല SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ശ്രീകാര്യം സ്വദേശികളായ 14ഉം 16ഉം വയസ്സുള്ള വിദ്യാർത്ഥികളാണ് മോഷണത്തിന് പിന്നിൽ. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായാണ് ഇവർ ക്ഷേത്രത്തിലെത്തിയത്. വരുന്ന വഴിയിൽ മണ്ണന്തല ജംഗ്ഷനിൽ ഒതുക്കിയിട്ടിരുന്ന ഓട്ടോറിക്ഷ പ്രതികൾ തല്ലി തകർത്തു. ഓട്ടോ ഡ്രൈവറുമായി രാവിലെയുണ്ടായ വാക്കുതർക്കത്തിന്റെ വൈരാഗ്യത്തെ തുടർന്നായിരുന്നു ഇത്. ഭദ്രകാളി ക്ഷേത്രത്തിലെ മോഷണത്തിന് തലേന്ന് ശ്രീകാര്യത്തെ ഒരു അമ്പലത്തിലും ഇവർ കവർച്ച നടത്തിയിരുന്നു. 2 ക്ഷേത്രങ്ങളിൽ നിന്നായി പ്രതികൾ 1 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചത്. കഴക്കൂട്ടത്തെ ആക്രിക്കടയിൽ 2000 രൂപയ്ക്കാണ് പ്രതികൾ മോഷണ വസ്തുക്കളിൽ ചിലത് വിറ്റത്. 2000-ന് മുകളിൽ വിലയില്ലെന്ന് ഇവരെ കടയുടമ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. മാനവീയം വീഥിയിൽ കറങ്ങി ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് മോഷണം നടത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി. 16 വയസ്സുകാരന്റെ വീട്ടുവളപ്പിൽ നിന്ന് ബാക്കിയുള്ള 3 വിളക്കുകൾ മണ്ണന്തല പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആക്രിക്കടയിൽ വിറ്റ വിളക്കുകളും വീണ്ടെടുത്തു. പിടിയിലായ 16 വയസ്സുകാരനെതിരെ ഇവയ്ക്ക് പുറമെ 5 മോഷണ കേസുകൾ വേറെയുമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.